വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. ഒരു സന്ദേശം അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതായത് ലോക രക്ഷിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ മാനവരാശിയെ വീണ്ടെടുക്കാൻ വന്ന കർത്താവാണ്. യേശുക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്, അഥവാ രക്ഷിക്കുന്നവനാണ്. എങ്ങനെയാണ്? അതായത് മാനവരാശികൾ സകലരും പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സംഭവിച്ചത് ആദ്യ മനുഷ്യനിൽ നിന്നാണ് ലംഘനം വന്നത്. അതായത് ആദനും ഹവ്വയും പാപം ചെയ്തു. ദൈവത്തിൻ്റെ തോട്ടമായ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്ത് അകപ്പെട്ടു. അവിടെ വെച്ചാണ് ദൈവവുമായി ബന്ധം അവർ അന്യപ്പെട്ടു. ദൈവം പറഞ്ഞ് കനി പറിച്ച് തിന്നരുതെന്ന് അവർ കേൾക്കാതെ സാത്താൻ്റെ വാക്ക് കേട്ട് കനി പറിച്ചു തിന്നു. അവർ പാപത്തിൽ അകപ്പെട്ടു. അതിനു മുമ്പ് അവർ ദൈവമായി ബന്ധത്തിലായിരുന്നു. കനി പറിച്ചു തിന്നപ്പോൾ അവർ ദൈവവുമായി ബന്ധം വിട്ടു. പക്ഷെ ദൈവം അവരെ ബന്ധം വിട്ടിട്ടില്ല. അതായത് അവർ ദൈവവുമായി ബന്ധം വിട്ട് പാപം ചെയ്തപ്പോൾ, എന്നാൽ ദൈവം അവരെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തലമുറകൾ പെറ്റുപെരുകി നൂറ്റാണ്ടുകൾക്ക് അപ്പുറമായി കഴിഞ്ഞ സംഭവങ്ങളെല്ലാം. അന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം പ്രവചനപരമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീയുടെ സന്തതി ജനിക്കുമെന്ന്, അതായത് സാത്താൻ്റെ തല തകർക്കും അവൻ വരുമെന്ന പ്രവചനത്തിൽ കൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത് നിറവേറിയതാണ്. കർത്താവായ യേശു ക്രിസ്തു കന്യകയായ മറിയയിൽ കൂടെ ജനിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിയോഗപ്രകാരം ജനിച്ചു. മനുഷ്യനിഷ്ടത്താലോ പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ജീവനുള്ള ആത്മാവിനാൽ ജനിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വയമായി വന്നതല്ല, പിതാവ് എന്നെ അയച്ചു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. ഇത് അതിൻ്റെതായ പ്രവർത്തന ശൈലികൾ വ്യത്യാസമായിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ദൈവം ഭൂമിയിൽ ജനിച്ചു. 33 വയസ്സ് വരെയും ഭൂമിയിലുണ്ടായിരുന്നു. 30-ാമത്തെ വയസ്സ് വരെയും പിതാവിനെ കീഴ്പ്പെട്ട് ഇരുന്നു. 30-ാമത്തെ വയസ്സിലാണ് തൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ നിർണയങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. യേശു ക്രിസ്തു മെയിൻ വന്നത്, അതായത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാനല്ല വന്നത്. മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കണം, അല്ലെങ്കിൽ പാപമോചനം കൊടുക്കണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒന്ന്, പാപപരിഹാരം കൊടുക്കണം. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ കാൽവറിയിൽ കൂടെ മാത്രമേ സാധ്യമുള്ളൂ. യേശുവിനെ കാൽവറിയിൽ തകർക്കണം, രക്തം ചീന്തണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു സകല രക്തവും മാനവരാശിക്ക് വേണ്ടി ഒഴുക്കിയെന്നാണ്. സ്തോത്രം. താൻ ദൈവമാണെന്നും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടെ ചെയ്തു 3.5 വർഷം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ രക്ഷ. പ്രൈസ് ദി ലോർഡ്. 1 2 സ്തോത്രം വഴി, 3 സ്തോത്രം ഹല്ലേലൂയ
ജീവനാകുന്നു. അതായത് ജീവൻ നമുക്ക് നൽകിയിട്ട് നമുക്ക് ജീവൻ നൽകേണ്ടതിന് പുത്രൻ ജീവൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷ ദൈവം കാൽവറിയിൽ ഒരുക്കിയിരിക്കുകയാണ്. ഒന്ന്, രക്ഷ ഒരിക്കലും നശിച്ചു പോകില്ല. ഈ രക്ഷ ഏറ്റെടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രക്ഷ നശിച്ചു പോകില്ല. അത് കർമ്മങ്ങളാലല്ല, കാൽവറിയിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അല്ലാതെ മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. നമുക്ക് രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മേളിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ലെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ആരാണ് കരസ്ഥമാക്കുന്ന അവർക്ക് രക്ഷയുണ്ട്. ഈ രക്ഷ കരസ്ഥമാക്കി കഴിഞ്ഞ പ്രയോജനം എന്ന് പറയുന്നത്, ഒന്ന്, നരകത്തിൽ പോകേണ്ടി വരില്ല. പ്രൈസ്തലോട്. രണ്ട്, നിനക്ക് പ്രൈസ്തലാമേ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ദൈവരാജ്യത്തിൽ വന്നിട്ട് സ്വർഗരാജ്യത്തിൽ വരാൻ കഴിയും. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണമെങ്കിൽ, നിത്യതയിലെത്തണമെങ്കിൽ ഈ രക്ഷയിൽ നാം വിശ്വസിക്കണം. ഒന്ന്, രക്ഷയാണ് ഭൂമിയിൽ മാനവരാക്ഷിക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. സൃഷ്ടികർത്താവായ ദൈവം സൃഷ്ടികളോട് സ്നേഹം പ്രൈസലാമേയും കാൽവറിയിൽ തകർത്തു. തൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച് ക്രിസ്തു നാം പാപികളായിരിക്കും തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോട് സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു വന്നത് ഭൂമിയിലേക്ക് വെറുതെ വന്നതല്ല, മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി വന്നതാണ്. 33 വയസ്സ് വരെ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചത് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു. സ്തോത്രം. സൃഷ്ടികർത്താവിന് സൃഷ്ടിയോടുള്ള സ്നേഹം. ആദനും അവയും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടമായപ്പോൾ ക്രിസ്തുവിൽ കൂടെ ശുദ്ധീകരിച്ചു. ആകയാൽ ദൈവ പൈതലാക്കി മാറ്റുന്നു. അവരുടെ രക്തത്താൽ നമ്മെ കഴുകുന്നു. നമ്മുടെ ശാപം പോക്കി, നമ്മുടെ മാലിന്യം മാറ്റി, നമ്മുടെ പ്രേക്ഷലാം ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ എല്ലാ പ്രേക്ഷമണ്ഡലങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് കാൽവറിയിൽ കൂടെ നമ്മെ ശുദ്ധീകരിച്ചോ നിത്യജീവനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശുക്രിസ്തു വെറുതെ വന്നതല്ല, ദൈവപുത്രനായി ഭൂമി വന്നതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതായത് കാൽവറിയിൽ കൂടെ തകർത്തുകൊണ്ട് മാനവരാശിയെ രക്ഷിക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, മാനവരാശിക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുക. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രക്ഷ ഒരുക്കിയിരിക്കുന്നത്. കാരണം അവരവർ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ രക്ഷ സാധ്യമാകൂ. രക്ഷ മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നാളിൽ മരിച്ചവർക്കും ഇപ്പോൾ ജീവിക്കുന്നവർക്കും നാളെ ജനിക്കാൻ പോകുന്നവർക്കും വേണ്ടി ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മുഖ്യമായ വിഷയമാണ് രക്ഷാനിർണയം. നീ രക്ഷാനിർണയം പ്രാപിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രക്ഷയാണ് കാൽവറിയിലെ രക്ഷ. ഈ രക്ഷ നീ മറന്ന് ജീവിക്കുന്നെങ്കിൽ നിത്യ അഗ്നിയിൽ ചെന്നുവിടും. അതല്ല, ഈ രക്ഷ ഏറ്റെടുത്തു യേശുവിനെ സ്വന്തം രക്ഷതാവായി സ്വീകരിച്ചു മനസ്സാന്തരപ്പെട്ട് സ്തോത്രം സ്നാനപ്പെട്ട് വിശ്വം പ്രാപിച്ചു കൂട്ടായ്മ ആചരിച്ച ദൈവീകമായ പ്രേക്ഷണം ജീവിച്ചാൽ നീ നിത്യതയിലെത്തും. ഇതാണ് രക്ഷ. മാത്രമല്ല, ഈ രക്ഷ നിർണയമാകണമെങ്കിൽ പാപമെല്ലാം വിട്ട് സ്തോത്രം
ദൈവത്തിൻ്റെ ആത്മാവിനനുസരിച്ച് ജീവിക്കണം. ഒരിക്കലും ദൈവം നമ്മുടെ പാപം പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. നമ്മുടെ പാപം നമ്മൾ വിട്ടുകൊടണം. സ്തോത്രം. പാപം വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയോ മഹത്വപ്പെടുത്തുകയോ വിശ്വസിക്കുകയോ പാടുകയോ ഒക്കെ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഒരു പ്രയോജനവുമില്ല. പാപം നാം തന്നെ വിട്ടുകളയണം. ദൈവത്തിന് അനുകൂലമില്ലാത്ത പാപങ്ങളെല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതാണ് ഈ രക്ഷ നിർണയമാകുന്നത്. ഈ രക്ഷ ഒരിക്കലും നശിച്ചു പോകില്ല. കാരണം ചിലർ പഠിപ്പിക്കുന്നത് രക്ഷ പാപം ചെയ്താൽ നശിച്ചു പോകുമെന്ന്, അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന്. സംഭവം ശരിയാണ്. പാപം വീണ്ടും നാം പാപത്തിൻ്റെ പങ്കലങ്ങളിലേക്ക് നീങ്ങിപ്പോയാൽ രക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ആരാധിച്ചു മഹത്വപ്പെടുത്തി ജീവിച്ചാൽ രക്ഷ നഷ്ടപ്പെടില്ല. ഒരു നാളും രക്ഷ നഷ്ടപ്പെടില്ല. കാരണം രക്ഷകർത്താവ് ഒരുക്കിയിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു കുഴൽക്കിണറിൽ ഒരു കൊച്ചു വീണാൽ അതിനെ രക്ഷിക്കണമെങ്കിൽ മറ്റൊരു കുഴിയെടുത്തേ പറ്റും. ആ കുഴിയെടുത്ത് അകത്ത് ചെന്നിട്ട് അതിനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പോലെ മാനവരാശിയെ രക്ഷിക്കുവാൻ ഈ താണഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് കരകയറ്റി മോക്ഷം നൽകി നിന്നെ നിത്യത്തിലേക്ക് എത്തിക്കേണ്ടതിന് ദൈവം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് മഹാരക്ഷ. ക്രിസ്തുവിൽ കൂടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ ഒരുക്കിയിരിക്കുന്നു. ഈ രക്ഷ നീ കരസ്ഥമാക്കിയിട്ടുണ്ടോ എങ്കിൽ നീ ധൈര്യപ്പെടുക, ദൈവത്തെ നീ ആരാധിക്കൂ. അതുകൊണ്ട് ഒരുത്തലിലും രക്ഷയില്ല. അത് ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് രക്ഷ സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.